നമസ്കാരം പ്രിയമുള്ള മലയാളികളെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മാസം മാർച്ച് 31 മുമ്പ് നമ്മുടെ വീടുകളിലേക്ക് സർക്കാർ വഴി നിരവധി ധനസഹായങ്ങൾ വിതരണം ചെയ്യാനിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ പദ്ധതികളിലൂടെ ഓരോ വീട്ടിൽ ഒരാൾക്കെങ്കിലും സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആർക്കൊക്കെ ഈ സഹായങ്ങൾ ലഭിക്കും, എത്ര രൂപ വീതം ലഭിക്കും, എപ്പോൾ ഈ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും, ഇതെല്ലാം വളരെ വിശദമായിട്ട് നോക്കാം. ആദ്യമായി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചാണ്. സംസ്ഥാനത്ത് പലരും വിവിധ രോഗങ്ങൾ കാരണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. സർജറി ചെയ്യേണ്ടവർ, ചികിത്സയ്ക്കായി വലിയ തുക ആവശ്യമായവർ തുടങ്ങിയവർ ഇതിനായി അപേക്ഷ നൽകിയിട്ടുണ്ടാകും. ഇത്തരം അപേക്ഷകൾ വില്ലേജ് അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ തുക ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോൾ അപേക്ഷകൾക്ക് വേഗത്തിൽ തീർപ്പ് നൽകുന്ന സമയമാണ്. അതിനാൽ രോഗികൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും അപേക്ഷ നൽകാൻ കഴിയുന്നവർ ഉടൻ അപേക്ഷ നൽകണം. അടുത്തത് രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ 1000 രൂപ സഹായം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വിതരണം ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് 25 മുതൽ. ആർക്കൊക്കെയാണ് ലഭിക്കുക? BPL AY റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്ക്, 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക്. ഇനിയും അപേക്ഷ നൽകാത്തവർ ഉണ്ടെങ്കിൽ വേഗത്തിൽ അപേക്ഷ നൽകുക. അപേക്ഷ അംഗീകരിച്ചാൽ ഈ പ്രാവശ്യം തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പ്രധാന പദ്ധതി മുഖ്യമന്ത്രിയുടെ കണക്ട് വൽ സ്കോളർഷിപ്പ് ആണ്. ഈ പദ്ധതി രജിസ്റ്റർ ചെയ്ത് അപ്രൂവ് ആയിട്ടും ഇതുവരെ തുക ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സഹായം വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വിതരണം ആരംഭിച്ചത് മാർച്ച് 10 മുതൽ. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി വിദ്യാർത്ഥികൾക്ക് അപ്രൂവ് ലഭിച്ചിട്ടും തുക ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഘട്ടഘട്ടമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യുകയാണ്. അതിനാൽ സ്കോളർഷിപ്പ് സ്റ്റാറ്റസ് പരിശോധിക്കുക, SMS അറിയിപ്പ് പരിശോധിക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. അപ്രൂവൽ ആയവർക്ക് തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ തുക ലഭിക്കും. നാലാമത്തെ വലിയ പ്രഖ്യാപനം കർഷകർക്ക് ലഭിക്കുന്ന 2000 സഹായമാണ്. ഇത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ആണ്. തുക വിതരണം മാർച്ച് 13 വൈകുന്നേരം 5 മണി മുതൽ. നമ്മുടെ സംസ്ഥാനത്തിലെ ഏകദേശം 25 ലക്ഷം കർഷക കുടുംബങ്ങൾക്ക് ഈ തുക ലഭിക്കും. ഇതുവരെ ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് 42,000 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത 2000 ഗഡു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. അടുത്ത പ്രധാന വിവരം ക്ഷേമ പെൻഷൻ വിതരണത്തെ കുറിച്ചാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്ക് 2000 രൂപ വിതരണം ചെയ്യും. വിതരണം ആരംഭിക്കുന്നത് മാർച്ച് 25 മുതൽ. സംസ്ഥാനത്ത് ഏകദേശം 63 ലക്ഷം ആളുകൾക്ക് ഈ സഹായം ലഭിക്കും. ഇപ്രാവശ്യം തടസ്സങ്ങളില്ലാതെ തുക വിതരണം ചെയ്യാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വെള്ളപ്പൊക്കം, വരൾച്ച, പ്രകൃതി ദുരന്തങ്ങൾ കാരണം കൃഷി നശിച്ചവർ സർക്കാർ സഹായത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ടാകും. അവർക്കുള്ള നഷ്ടപരിഹാര സഹായം വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അവസാനമായി ഒരു പ്രധാന അറിയിപ്പ് കൂടി. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് തുക ഈ മാസം മുതൽ വിതരണം തുടങ്ങും. മാർച്ച് 31 മുമ്പ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടുതൽ സർക്കാർ പദ്ധതികളും അറിയിപ്പുകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.